ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഞാൻ വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണെന്നുള്ളത് കേട്ടോ. എനിക്കത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല. ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ നല്ലോണം, അതായത് എൻ്റെ ബോഡിയിൽ ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ നിർബന്ധമായും 2 ലിറ്റർ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ മോളായതിനു ശേഷം എനിക്കിത് കുടിക്കാൻ നേരെയില്ല. അപ്പൊ ഞാൻ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ പെരുമാറുന്ന എല്ലാ സ്ഥലങ്ങളിലും ഓരോ ബോട്ടിൽ അല്ലെങ്കിൽ 2 ബോട്ടിൽ വീതം ഞാൻ നിറച്ചു വെക്കുന്നുണ്ടോ, ഒരു ദിവസം നിറച്ചു വെക്കും. അപ്പൊ ഇത് എല്ലാവർക്കും ആക്സസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഞാനും മോളും ഹസ്ബൻഡും ഒക്കെ ഈ വെള്ളം കുടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ സ്കാസിറ്റി എന്ന് വെച്ചാൽ വെള്ളം കിട്ടാണ്ട് നമ്മൾ കുടിക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല കേട്ടോ, നോർമലി ഉണ്ടാവാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കൂടുതൽ കുടിക്കാനുള്ള ടെൻഡൻസി നമുക്ക് വരും കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. എന്നെപ്പോലെ വെള്ളം കുടിക്കാത്തവരുണ്ടെങ്കിൽ ഇത് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ മോൾക്കൊരു റൂം സെറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ആ റൂമിലുണ്ടാവുന്ന എല്ലാ സാധനങ്ങളെയും എടുത്ത് വലിച്ച് പുറത്തിട്ടിട്ടുണ്ട്. ഒരു ലോഡ് തുണി മടക്കാനുണ്ട്. ഇതൊന്നും അല്ല കേട്ടോ പേടിക്കേണ്ടത്. അതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഞാൻ മടക്കി തീരും. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടായിരുന്നതാണ്. ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് ഈ കെ ജോസഫ് എന്ന് പറയുന്ന പോലെയാണ് എൻ്റെ കാര്യം. ഒരുപാടുണ്ട്. ഇതാ ഇനി തോരിയിട്ടിരിക്കുന്നത് ഒരുപാടുണ്ട്. ഇനി അലക്കാൻ ഒരു ദിവസത്തെ അലക്കാനുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ലേ. നമ്മൾ വീട്ടമ്മമാർക്ക് ഇതൊന്നും ഒരു വിഷയമല്ലല്ലോ. അപ്പോൾ വെള്ളം കുടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. നമ്മൾ ഒരു ഗാർഡൻ പോലും നമ്മൾ അത്രയും ഭയങ്കര ഇമ്പോർട്ടൻ്റോട് കൂട്ടാൻ നോക്കുക. എല്ലാ ദിവസവും ചെടി നനയ്ക്കാറൊക്കെ ഉണ്ട്. അതേപോലെ നമ്മുടെ ഹെൽത്തും കൂടെ നമ്മൾ നോക്കണം. അല്ലാച്ചാൽ നമ്മളൊന്ന് കിടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ എല്ലാം താളം തെറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പോലും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രമല്ല, നമ്മുടെ ഹെൽത്ത് നോക്കുക എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി നമ്മുടെ മാത്രം ആവശ്യമാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. വെള്ളം കൂടി മാത്രമല്ല കേട്ടോ, അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ ഹെയർ, നിങ്ങളുടെ ബോഡി, എല്ലാം ഫിറ്റായിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റുമോ, എക്സസൈസ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ 1K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഞാൻ എനിക്കായിട്ട് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഈ മൈക്ക് എന്ന് പറയുന്നത്. ഇതിൽ ഇങ്ങനെ 3 പാർട്സ് ആണ്. എന്ന് വെച്ചാൽ 2 മൈക്കും അതുപോലെ തന്നെ അതിൽ കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടറാണ് വരുന്നത്. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. അത് ബാക്കിൽ കണക്ട് ചെയ്യുക, നമ്മൾ ഓൺ ചെയ്യുക, സംസാരിക്കുക, അത്രേ വേണ്ടുള്ളൂ കേട്ടോ. വളരെ ഈസിയാണ്. എനിക്ക് അതിന്റെ ബ്രാൻഡും കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും വളരെ നല്ലൊരു കാര്യമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിന്റെ ഈ ബാറ്ററി ചാർജ് ചെയ്യുന്ന ലൈറ്റ് കാണിക്കാൻ വേണ്ടി ഞാൻ കുറെ നേരമായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അത് ഓൺ ആവില്ല, അല്ലാത്ത സമയത്ത് അത് ഓൺ ആവും. ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ ആ സൈഡിൽ എഴുതി കാണിക്കും. കുറച്ച് മുമ്പ് കണ്ടില്ലേ, ഇവിടെ എഴുതി കാണിക്കും എത്ര പെർസെൻറ്റേജ് ബാറ്ററി ഉണ്ട് എന്നൊക്കെ എഴുതി കാണിക്കും കേട്ടോ. അത് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. മറക്കണ്ട വെള്ളം കുടിക്കാൻ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ കാണാം. ബൈ ബൈ.